നമുക്ക് വളരെ എളുപ്പത്തിലൊരു റൈസ് തയ്യാറാക്കാം. ചിക്കൻ മസാല റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. ബിരിയാണി പോലെയൊക്കെ ഇരിക്കും, എന്നാൽ ബിരിയാണി പോലെ അത്ര പാടില്ല ഇതുണ്ടാക്കാൻ. അതിനായിട്ട് ഞാൻ ബസ്മതി റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെയാണ് ഞാൻ ബസ്മതി റൈസ് വേവിച്ച് ഊറ്റി വെച്ചേക്കുന്നത്. അപ്പം ഞാൻ നേരത്തെയുള്ള ചിക്കൻ ബിരിയാണിയുടെയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ചെയ്യുക, അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അതേ മെത്തേഡിലാണ് ഞാനിവിടെ റൈസ് വേവിച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അതിനു വേണ്ടി ഒരു ചിക്കൻ മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ഇപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണിത് ചെയ്യുന്നത്. വേറെ ഇതിനകത്ത് ഇനി എണ്ണയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തത്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇപ്പോൾ ഇത് ഒരു മീഡിയം സൈസ് ഇഞ്ചി, അതുപോലെ ഒരു 3 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളി, ഇത്രയും ചതച്ചെടുത്തേക്കുന്നതാണ്. ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി അതൊന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. അപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു വലിയ സവാള ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ വലിയ സവാള ആണെങ്കിൽ 1 എടുക്കുക, അല്ലെങ്കിൽ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 2 സവാള എടുക്കുക. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമുക്ക് വഴറ്റാം. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളെല്ലാം ഇനി നന്നായിട്ടൊന്ന് ഈ ഉള്ളിൽ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണിത്, അത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് ഈ ഉള്ളിയുമായിട്ട് അങ്ങ് വെന്തുടഞ്ഞ് ചേരണം. തക്കാളിയൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ബിരിയാണി മസാല ഇല്ലാത്തവർ അത് നോക്കി ഉണ്ടാക്കുക. അപ്പോൾ ആ ബിരിയാണി മസാല ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ തക്കാളി കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് വേകണം. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലോട് കൂടിയ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ കുറച്ച് കറി പീസ്, അതായത് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിനാണ് ഇത് വലുപ്പത്തിലുള്ള പീസാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വച്ചിരുന്നതാണ്. ഇപ്പോൾ 2 മണിക്കൂർ വെച്ചില്ലെങ്കിലും നമ്മൾ ഇതുപോലെ ചിക്കൻ കഴുകി വെട്ടി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ മസാല പുരട്ടി കുറച്ച് നേരം വയ്ക്കുന്നത് നല്ലതാണ്. ഇനി ഈ ചിക്കൻ നമുക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ഈ മസാലയായിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇപ്പം ഞാൻ
4 ഗ്ലാസ് അരിയാണ് ചോറ് വേവിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചിക്കൻ എടുത്തത്. അപ്പോൾ ചിക്കനൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാം. ഒരുപാട് ഇഷ്ടമുള്ളവർ ഒരുപാട് എടുക്കാം, അല്ലാതെ കുറച്ച് മതി എന്നുള്ളവർ കുറച്ച് എടുത്താൽ മതി. ഇനി ഈ ചിക്കൻ ഒന്ന് വേകണം. ചിക്കൻ വേകാൻ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമുക്കിതിനിപ്പോൾ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ഈ ചിക്കൻ ഇനി വേവിച്ച് നന്നായിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കണം. നല്ല മസാല, നല്ല കുറുകിയ ഒരു മസാല പരുവത്തിലാക്കി എടുക്കണം നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറി വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ എന്നാലും ഇപ്പോൾ ഇത്രയും വെള്ളം അതിനകത്ത് ഊറി വന്നു. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇത് ഒക്കെ ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പരുവായിട്ട് വരും. കുറച്ച് മല്ലിയിലയും കൂടെ അതിനകത്ത് തൂക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ വറ്റി ഇപ്പോൾ മസാല നല്ല ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്രേവി വേണം നമ്മുടെ ചോറ് സെറ്റ് ചെയ്യുമ്പോൾ, എങ്കിൽ ആ ചോറിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത് തീയങ്ങ് ഓഫ് ചെയ്തേക്കാം. അതുപോലെ അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ബിരിയാണി മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ഇതെല്ലാം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചോറ് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം വെച്ച് ചോറ് സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ചോറ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്നത് പോലെയാണ്, പക്ഷെ നമ്മൾ ലെയറായിട്ട് ഇതിലിടുന്നില്ല. ഇതിപ്പോൾ ചിക്കൻ മസാല എല്ലാം അങ്ങ് അടിയിലിടുവാണ്, എന്നിട്ട് ചോറ് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ മസാല എല്ലാം ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇതിപ്പോൾ ഞാൻ ബസ്മതി റൈസ് നമ്മൾ ബിരിയാണി റൈസൊക്കെ വേവിക്കുന്നത് പോലെ വേവിച്ച് ഊറ്റി വെച്ചേക്കുവാണ്. ഞാനത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ബസ്മതി റൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊന്നി റൈസോ അല്ലെങ്കിൽ ജീരകശാല റൈസൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമുക്കിതുപോലെ നന്നായിട്ട് മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. അതുപോലെ കുറച്ച് നെയ്യും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് മതി, ഒരു 1/4 ടീസ്പൂൺ നെയ്യ്. ഇത് അടച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വയ്ക്കാം. 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ആ മസാലയുടെ ആവിയൊക്കെ ആ ചോറിലേക്കൊന്ന് കയറാനായിട്ടാണ്. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് ആവിയൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ട്, അത് മതി. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ കോരിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മസാലയുമായിട്ട് നമുക്ക് ഈ ചോറ് മിക്സ് ചെയ്തെടുത്ത് കഴിക്കാം. ഒരു സാലഡും പപ്പടവും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. സാലഡിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്.
അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചിക്കൻ മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.